ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗവൺമെൻറ്റിൻ്റെ ഇൻഫൻട്രി സ്കൂളിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഗവൺമെൻറ്റിൻ്റെ ഇൻഫൻട്രി സ്കൂളിലേക്ക് ഏതൊക്കെ സ്റ്റേറ്റുകളിലേക്കാണ് ഇതിൻ്റെ ഒഴിവുകൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ തസ്തികയിലേക്ക് ഇതിൻ്റെ ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഒന്നാമത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മാഹു സ്റ്റേഷനിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്, അതായത് മധ്യപ്രദേശ് സ്റ്റേറ്റിലാണ് ഒഴിവ് വന്നിരിക്കുന്നത്. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫൻട്രി സ്കൂളിലേക്ക് കർണാടക സ്റ്റേറ്റിലേക്കാണ് ഇതിൻ്റെ ഒഴിവുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്, അതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. അതായത് കേരളത്തിലുള്ള യോഗ്യരായിട്ടുള്ളവർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇത് സ്കൂളുകളിലേക്കുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ തസ്തികയിലേക്കാണ് ഇതിൻ്റെ ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മാഹോ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഡ്രാഫ്റ്റ്മാനിലേക്ക് ഒരു ഒഴിവ് വന്നിട്ടുണ്ട്. ആ ഒരു ഒഴിവും ST കാറ്റഗറിക്കാണ് വന്നിരിക്കുന്നത്. 2 ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് 10 ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് 2 ഒഴിവുകൾ വന്നിട്ടുണ്ട്. സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തികയിലേക്ക് 19 ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുക്ക് തസ്തികയിലേക്ക് 31 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് 1 ഒഴിവ് വന്നിട്ടുണ്ട്. ബാർബർ തസ്തികയിലേക്ക് 1 ഒഴിവ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ തസ്തികകൾക്കും ചില തസ്തികകൾക്ക് ഒഴിവുകൾ കുറവാണ്, ചില തസ്തികകൾക്ക് ഒഴിവ് കൂടുതലാണ്. പിന്നെ ഇതിനകത്ത് ഓരോ കാറ്റഗറിക്കും റിസർവേഷനും ഇതിനകത്ത് ഒഴിവുകൾ തിരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ കുക്ക് തസ്തികയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 31 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അത് ജനറൽ കാറ്റഗറി 7 ഒഴിവ് വന്നിട്ടുണ്ട്. EWS കാറ്റഗറിക്ക് 4 ഒഴിവ് വന്നിട്ടുണ്ട്. SC കാറ്റഗറിക്ക് 4 ഒഴിവ് വന്നിട്ടുണ്ട്. ST കാറ്റഗറിക്ക് 6 ഒഴിവ് വന്നിട്ടുണ്ട്. OBC കാറ്റഗറിക്ക് 10 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എക്സ് സർവീസ് മാനും ഒഴിവ് വന്നിട്ടുണ്ട്. അംഗവൈകല്യമായിട്ടുള്ളവർക്കും ഇതിനകത്ത് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് റിസർവേഷൻ കാറ്റഗറിയിൽ അപേക്ഷിക്കാവുന്നവർക്ക് അതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അതില്ല എങ്കിൽ ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാവുന്നതാണ്. റിസർവേഷൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ EWS കാറ്റഗറി, SC കാറ്റഗറി, ST കാറ്റഗറി, OBC കാറ്റഗറി, പിന്നെ എക്സ് സർവീസ് മാൻ ഉള്ളവർക്കും പ്രത്യേകം ഒഴിവ് വന്നിട്ടുണ്ട്. PWD അതായത് അംഗവൈകല്യമായിട്ടുള്ളവർക്കും ഒഴിവ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റേഷൻ കർണാടക സ്റ്റേറ്റിൽ ഇൻഫൻട്രി സ്കൂളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് 8 ഒഴിവുകൾ, സ്റ്റെനോഗ്രാഫർ തസ്തികയിലേക്ക് 2 ഒഴിവ്, സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തികയിലേക്ക് 13 ഒഴിവ്, കുക്ക് തസ്തികയിലേക്ക് 12 ഒഴിവ്, പിന്നെ ആർട്ടിസ്റ്റ് മോഡൽ മേക്കർ തസ്തികയിലേക്ക് 1 ഒഴിവ്. ഇങ്ങനെയാണ് അവിടുത്തെ ഇൻഫൻട്രി സ്കൂളിലേക്ക് ഒഴിവുകൾ വന്നിരിക്കുന്നത്. അവിടെയും ഈ പറയുന്ന എക്സ് സർവീസ് മാനും PWD അംഗവൈകല്യമുള്ളവർക്കും SC, ST, OBC അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ ഇതിനകത്തും ഒഴിവ് വന്നിട്ടുണ്ട്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തിക സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. 12ാം ക്ലാസ് സയൻസ് സബ്ജക്റ്റ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല. 12ാം ക്ലാസ് യോഗ്യതയും അതിനോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫർ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അത് ഡിറ്റക്ഷൻ ചെയ്യാനായിട്ടാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് 80 വേർഡ്സെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ 50 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷും 65 മിനിറ്റ് കൊണ്ട് ഹിന്ദിയും, അത് കമ്പ്യൂട്ടറിലായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സ്റ്റെനോഗ്രാഫർ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. അടുത്ത രണ്ടാമത്തെ തസ്തിക LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയാണ്. ഇതിന് പറഞ്ഞിരിക്കുന്ന യോഗ്യതയും 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അതായത് ഇംഗ്ലീഷ് ആണെങ്കിൽ മിനിറ്റിൽ 35 വേർഡ്സ് പെർ മിനിറ്റിൽ ടൈപ്പിംഗ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹിന്ദി ആണെങ്കിൽ മിനിറ്റിൽ 30 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അത് കമ്പ്യൂട്ടറിൽ തന്നെയാണ് ഈ ടൈപ്പിംഗ് സ്പീഡ് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള 12ാം ക്ലാസ് യോഗ്യതയും ടൈപ്പിംഗ് സ്പീഡ് നല്ലതുപോലെയുള്ള വ്യക്തിയാണെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തികയാണ്. ഇതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഏകദേശം 2 വർഷമെങ്കിലും ഡ്രൈവിംഗ് ചെയ്തിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. 10ാം ക്ലാസ് യോഗ്യതയും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത കുക്ക് തസ്തികയാണ്. അതിന് യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ കുക്കിംഗ് ഫീൽഡിനെ കുറിച്ചുള്ള ട്രേഡ് പഠിച്ചിരിക്കണം. അത് ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ഏതെങ്കിലും ഹോട്ടലുകളിലോ ഏതെങ്കിലും റെസിഡൻസികളിലൊക്കെ നിന്ന് പാചകം ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അതായത് പല വെറൈറ്റികളിലും പാചകം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയും കുക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ട്രാൻസ്ലേറ്റർ തസ്തികയാണ്. അതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. ഹിന്ദി നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഹിന്ദി ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള കഴിവൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കോഴ്സ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നിട്ടുള്ള പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് ഈ പറയുന്ന ട്രാൻസ്ലേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ബാർബർ തസ്തികയാണ്. ഇതിന് യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയും അതിനോടൊപ്പം തന്നെ മുടി വെട്ടാനുള്ള കഴിവൊക്കെ ഉള്ള അതിനെക്കുറിച്ചുള്ള ട്രേഡൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം.
ഇനി 10ാം ക്ലാസ് യോഗ്യത ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അവർക്ക് പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് ഇല്ലെങ്കിലും നല്ലതുപോലെ മുടി വെട്ടാനുള്ള കഴിവും അതിനുള്ള എക്സ്പീരിയൻസും അതിനുള്ള സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ബാർബർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ഡ്രാഫ്റ്റ്മാൻ തസ്തികയാണ്. ഇതിന് യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഡിപ്ലോമയും ഡ്രാഫ്റ്റ്മാൻഷിപ്പിനെ കുറിച്ചുള്ള കോഴ്സ് പഠിച്ചിരിക്കണം. അത് മിനിമം 2 വർഷത്തെങ്കിലും കോഴ്സ് പഠിച്ചിരിക്കണം. 10ാം ക്ലാസ് യോഗ്യതയും ഡ്രാഫ്റ്റ്മാൻഷിപ്പ് കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡ്രാഫ്റ്റ്മാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക ആർട്ടിസ്റ്റ് ഓർ മോഡൽ മേക്കർ തസ്തികയാണ്. ഇതിന് യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് യോഗ്യതയാണ്, 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള കോഴ്സ് അത് ഏതെങ്കിലും റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ആർട്ടിസ്റ്റ് ഓർ മോഡൽ മേക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓരോ തസ്തികയുടെയും ക്വാളിഫിക്കേഷൻ പറഞ്ഞ് നിങ്ങളുടെ ഏതിനകത്താണ് അപേക്ഷിക്കുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കി യോഗ്യരായിട്ടുള്ളവരാണെങ്കിൽ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധിയൊക്കെ പറഞ്ഞിരിക്കുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തിക, ട്രാൻസ്ലേറ്റർ തസ്തിക, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 തസ്തിക, ബാർബർ തസ്തിക, കുക്ക് തസ്തിക. ഈ 5 തസ്തികയിലേക്കും പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ബാക്കിയുള്ള സിവിലിയൻ മോട്ടോർ ഡ്രൈവർ തസ്തിക, ആർട്ടിസ്റ്റ് ഓർ മോഡൽ മേക്കർ തസ്തിക, ഡ്രാഫ്റ്റ്മാൻ തസ്തിക, ഈ 3 തസ്തികയിലേക്കും പ്രായപരിധി 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാവുന്നത്. പിന്നെ മറ്റ് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിനകത്ത് പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതായത് SC ST കാറ്റഗറി ആണെങ്കിൽ ഈ പറഞ്ഞ പ്രായപരിധിയിൽ നിന്ന് 5 വർഷത്തെയും കൂടെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവ്, ഈ പറഞ്ഞ പ്രായപരിധിയിൽ നിന്ന് 3 വർഷത്തെ ഇളവും കൂടെ ലഭിക്കുന്നതായിരിക്കും. PWD അതായത് അംഗവൈകല്യമായിട്ടുള്ളവരാണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. OBC കാറ്റഗറി ആണെങ്കിൽ 13 വർഷത്തെ ഇളവുണ്ട്. SC ST കാറ്റഗറി ആണെങ്കിൽ 15 വർഷത്തെ ഇളവുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇളവൊക്കെ ലഭിക്കണമെങ്കിൽ അവർ അതിൻ്റേതായിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയെങ്കിൽ മാത്രമേ പ്രായപരിധി ഇളവൊക്കെ ലഭിക്കുകയുള്ളൂ. യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ ഓഫ്ലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി എന്ന് പറയുമ്പോൾ പോസ്റ്റ് വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. അപേക്ഷിച്ച ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ നോക്കി യോഗ്യരായിട്ടുള്ളവരെ അവർ എക്സാമിന് വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാം എന്ന് പറയുമ്പോൾ 4 പാർട്ടിൽ നിന്നായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പാർട്ട് 1 ജനറൽ ഇൻ്റലിജൻസിനെ കുറിച്ച് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. പാർട്ട് 2 ജനറൽ അവയർനെസ്സിനെ കുറിച്ച് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്. പാർട്ട് 3 ജനറൽ ഇംഗ്ലീഷിനെ കുറിച്ച് 50 ക്വസ്റ്റ്യൻസ് 50 മാർക്കിന്. പാർട്ട് 4 ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. അപ്പോൾ ഇങ്ങനെയുള്ള 4 പാർട്ടായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. ഇത് OMR ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചോദ്യം തന്നതിന് ശേഷം 4 ഓപ്ഷൻ കാണും. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ തിരഞ്ഞെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 ലാംഗ്വേജിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷിലും 2 ഹിന്ദിയിൽ. അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ഇതിൻ്റെ ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിന് ഹിന്ദി ട്രാൻസ്ലേഷൻ ഒന്നും കാണത്തില്ല. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ എക്സാം നടത്തിയതിന് ശേഷം അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് ട്രേഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തസ്തികയാണോ അപേക്ഷിക്കുന്നത് ആ തസ്തികയെക്കുറിച്ചുള്ള ജോലി അറിയാവോ. ഇപ്പോൾ ബാർബർ തസ്തികയാണെങ്കിൽ മുടി വെട്ടാൻ അറിയാവോ, കുക്കിംഗ് തസ്തികയാണെങ്കിൽ കുക്കിംഗ് ഫീൽഡിനെ കുറിച്ചൊക്കെ അറിയാവുന്നവരെ ട്രേഡ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതിൽ നിന്നിട്ടാണ് യോഗ്യരായിട്ടുള്ളവരെ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയിലുള്ളവർ മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് DD എടുത്തിട്ടാണ് നിങ്ങൾ പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ DDയും അതിനോടൊപ്പം തന്നെ വെക്കുക. അപ്പോൾ ഇൻഫൻട്രി സ്കൂള് മാഹോ അതായത് മധ്യപ്രദേശിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരാണെങ്കിൽ ബാങ്കിൽ പോയി കമാൻഡർ ദ ഇൻഫൻട്രി സ്കൂൾ മാഹോ എന്ന പേരിൽ DD 50 രൂപയ്ക്ക് DD എടുക്കുക. എന്നിട്ട് പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ ആ DD വെക്കുക. ഇനി കർണാടക സ്റ്റേറ്റിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ കമാൻഡർ ജൂനിയർ ലീഡേഴ്സ് വിങ്സ് ദ ഇൻഫൻട്രി സ്കൂൾ ബൽഗാം അതിൻ്റെ പേരിൽ 50 രൂപയ്ക്ക് DD എടുക്കുക. അതും നിങ്ങൾ പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ അതും DD അതിനോടൊപ്പം വെക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എവിടെയാണ് അപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതനുസരിച്ച് നിങ്ങൾ DD എടുക്കുക. അപേക്ഷിക്കുമ്പോൾ മറ്റ് കാറ്റഗറിയിലുള്ളവർ അതായത് SC ST PWD എക്സ് സർവീസ്മാൻ ഈ കാറ്റഗറിയിലുള്ളവരൊന്നും 1 രൂപ പോലും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. യോഗ്യരായിട്ടുള്ളവർ അപേക്ഷിച്ചാൽ മാത്രം മതി. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. സ്ത്രീകൾക്ക് അംഗവൈകല്യമായിട്ടുള്ളവർക്ക് എക്സ് സർവീസ്മാൻ എല്ലാവർക്കും ഇതിനകത്ത് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് പോസ്റ്റ് വഴിയായിട്ടാണ്. പോസ്റ്റ് വഴി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുള്ളൂ. പ്രൊഫഷണൽ ആയിട്ടുള്ള കൊറിയയിലൊന്നും ചെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം. ഈ ആപ്ലിക്കേഷൻ്റെ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇതിനോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെയൊക്കെ ഫോംസ് ഉണ്ട്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക. കാരണം അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കാതിരിക്കരുത്. അത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിനകത്തും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഈ അഡ്മിറ്റ് കാർഡിനകത്ത് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഒട്ടിക്കണം. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനകത്തും 1 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും
പിന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എക്സ്ട്രാ വെക്കണം. മൊത്തത്തിൽ 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിനകത്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് 3 മാസത്തിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം. പഴയ ഫോട്ടോസ് ഒന്നും നിങ്ങൾ എടുത്ത് വെച്ച് കഴിയരുത്. അതൊക്കെ പിന്നെ നിങ്ങളുടെ വെരിഫിക്കേഷൻ സമയത്തിലൊക്കെ അതൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. മൊത്തത്തിൽ 5 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വെക്കണം. ആപ്ലിക്കേഷൻ്റെ ഫോമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അഡ്മിറ്റ് കാർഡ് ഉണ്ട്, അതും ഫില്ല് ചെയ്യുക. അതിനകത്തും നിങ്ങളുടെ സിഗ്നേച്ചറൊക്കെ വെക്കുക. ഈ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അപേക്ഷിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടിട്ടുള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ അതും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡൊക്കെ എടുത്ത് പ്രത്യേകം വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പോസ്റ്റ് കവറിനകത്ത് 25 രൂപയുടെ സ്റ്റാമ്പും കൂടെ നിങ്ങൾ എക്സ്ട്രാ വെക്കുക. കവറിൻ്റെ അകത്താണ്, കവറിൻ്റെ പുറത്തല്ല. എക്സ്ട്രാ 25 രൂപയുടെ സ്റ്റാമ്പും കൂടെ വെക്കുക. കാരണം ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം തിരിച്ച് റിട്ടേൺ ഈ അഡ്മിറ്റ് കാർഡ് വരണമെങ്കിൽ 25 രൂപയുടെ പോസ്റ്റ് സ്റ്റാമ്പ് അകത്തുണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ആ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ അഡ്മിറ്റ് കാർഡൊന്നും നിങ്ങളുടെ വീടുകളിൽ വരത്തില്ല. അപ്പം ആപ്ലിക്കേഷനൊക്കെ അപേക്ഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യുക. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. 25 രൂപയുടെ സ്റ്റാമ്പ് അകത്ത് വെക്കുക. പിന്നെ പോസ്റ്റ് കവറിൻ്റെ മുമ്പിൽ തന്നെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് എന്ന് എഴുതിയിട്ട് ഏത് തസ്തികയ്ക്കാണോ അപേക്ഷിക്കുന്നത് ആ തസ്തികയുടെ പേര് എഴുതുക. ബാർബർ തസ്തികയെങ്കിൽ ബാർബർ, കുക്കെങ്കിൽ കുക്ക്, LDC ലോവർ ഡിവിഷൻ ക്ലർക്കെങ്കിൽ LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് എഴുതുക. ഏത് കാറ്റഗറിയെന്നും കൂടെ മെൻഷൻ ചെയ്യുക. OBC കാറ്റഗറി ആണോ, ജനറൽ കാറ്റഗറി ആണോ, എക്സ് സർവീസ് മാൻ ആണോ, PWD കാറ്റഗറി ആണോ, അപ്പോൾ അതും കൂടെ നിങ്ങളുടെ പോസ്റ്റ് കവറിൽ മെൻഷൻ ചെയ്യുക. കാരണം ഈ പോസ്റ്റ് അവിടെ ചെന്ന് എത്തിയതിന് ശേഷം വേഗത്തിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത്. പോസ്റ്റ് വഴിയായിട്ട് അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് പറയാം. ഇത് MP മധ്യപ്രദേശിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ദ പ്രിസൈഡിംഗ് ഓഫീസർ സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ബോർഡ് ദ ഇൻഫൻട്രി സ്കൂൾ മാഹോ MP പിൻകോഡ് 45 34 41 ഈ അഡ്രസ്സ് വഴിയായിട്ട് അപേക്ഷിക്കുക. കർണാടക സ്റ്റേറ്റിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ദ പ്രിസൈഡിംഗ് ഓഫീസർ സിവിലിയൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി ബോർഡ് ജൂനിയർ ലീഡേഴ്സ് വിങ്സ് ദ ഇൻഫൻട്രി സ്കൂൾ ബൽഗാം കർണാടക ഈ അഡ്രസ്സ് വഴിയായിട്ട് അപേക്ഷിക്കുക. പോസ്റ്റ് വഴിയായിട്ട് അപേക്ഷിക്കുമ്പോൾ രജിസ്റ്റേർഡ് പോസ്റ്റോ സ്പീഡ് പോസ്റ്റോ അപേക്ഷിക്കാവുന്നതാണ്. സ്പീഡ് പോസ്റ്റ് അപേക്ഷിക്കുന്നവർക്ക് അങ്ങനെ അപേക്ഷിക്കാം. അതില്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് അപേക്ഷിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ജൂൺ മാസം 25-ാം തീയതി വരെയാണ്. യോഗ്യരായിട്ടുള്ളവർ ജൂൺ മാസം 25-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓഫ്ലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെയൊക്കെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ സ്കൂളുകളിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയും പുതിയ ഗവൺമെൻറ് ജോലികളുടെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.